ഇപ്പോൾ ഷാരോണിന്റെ അച്ഛനും സഹോദരനും മാധ്യമങ്ങളെ കാണുന്നു. കേസിന്റെ നടത്തിപ്പാണെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ കുറേ എവിഡൻസ് ഞങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മാക്സിമം തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ കേസ് ഇത്രയും നല്ലൊരു വിധി നമുക്ക് കിട്ടിയത്. അപ്പം പോലീസ് അന്വേഷണ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു നമുക്ക് കിട്ടിയത് തുടക്കം മുതൽ. അപ്പോൾ അവർക്ക് പറ്റുന്ന പരമാവധി തെളിവുകൾ അവർ ശേഖരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിധി നമുക്കിപ്പോൾ ഒരു നല്ലൊരു രീതിയിൽ കിട്ടിയത്. അത് ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ആ ഒരു വാദം പ്രതിഭാഗം വക്കീൽ പറഞ്ഞപ്പോഴത്തേക്കും അതുപോലെ തന്നെയായിരുന്നു ജഡ്ജിൻ്റെ ഇന്ന് ജഡ്ജ്മെൻറ്റിലും സെയിം തന്നെയായിരുന്നു. അപ്പോൾ അത് ഒരുപാട് സന്തോഷം തോന്നി ആ ഒരു ഇത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞപ്പോൾ. ഇത് ഏതറ്റം വരെ പോയാലും നമ്മൾ എല്ലാവരും അതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെ പോയാലും പോകുമെന്ന് ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പാറശാല പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യം ഉണ്ടായ ഒരു ഗുരുതര വീഴ്ചയുണ്ട്. അതിന് പക്ഷേ മുതിർന്ന ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് പ്രായശ്ചിത്തം ചെയ്തു എന്ന് തോന്നുന്നുണ്ട്. പാറശാല പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിലൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനുശേഷം ക്രൈംബ്രാഞ്ചിലോട്ട് കേസ് മാറി അവിടെ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കൂടാതെ പിന്നെ പാറശാല പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നു. CI സജി സാറിന്റെ നേതൃത്വത്തിലായിരുന്നു ബാക്കി അന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ കുറ്റസമ്മതം നടത്തിയ ശേഷവും പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ തെളിവെടുപ്പിന് വരുമ്പോൾ പോലും നിങ്ങളുടെ അനുജനെ കൊന്നുകളഞ്ഞ ഒരാളായിരുന്നു. പക്ഷെ എന്നിട്ടും നിങ്ങളെ വീണ്ടും പരിഹസിക്കുന്നത് പോലെയായിരുന്നു പ്രതികരണങ്ങളൊക്കെ. ചിരിച്ചു കളിച്ച് വളരെ സന്തോഷത്തിലായിരുന്നു. കുറ്റവാളിയായി കോടതി കണ്ടെത്തില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു, ശിക്ഷിക്കപ്പെടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു അല്ലേ? മേ ബി അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ബോൺ ക്രിമിനലിന്റെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് തോന്നിയത് അവളെ പലപ്പോഴും കാണുമ്പോൾ. അപ്പോൾ കോടതിയിലായാലും വിചാരണ ടൈമിലായാലും എല്ലാ ദിവസവും ഞങ്ങൾ പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ട്. അപ്പോഴും ഈ ഒരു സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവിടെയും കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ്. എനിക്കറിയില്ല എന്താ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ആശുപത്രി കിടക്കുന്ന സമയത്ത് വിളിച്ച് സംസാരിച്ചിരുന്നു ഭീഷ്മയെ. അപ്പൊ അതെല്ലാം കോടതി ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. തുറന്നു പറഞ്ഞായിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നല്ലേ? പക്ഷെ അത് അങ്ങനെ പറ്റത്തില്ല. കാരണം അങ്ങനെയുള്ളൊരു പോയിസണാണ് അവൾ കൊടുത്തേക്കണം എന്ന് ജഡ്ജ്മെന്റിൽ ഉണ്ടായിരുന്നു. 100% മരണനിരക്കുള്ളൊരു പോയിസണാണിത്. അപ്പോൾ അത് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ മരണം കൺഫേംഡ് ആണ്. സോ അതുകൊണ്ട് അത് കൃത്യമായിട്ടും ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്ത് തിരഞ്ഞെടുത്തൊരു പോയിസണാണ്. അപ്പോൾ അതാണ്. എനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതായിരുന്നു പ്രധാനമായും ഗ്രീഷ്മയുടെ വാദം. പക്ഷേ നേരത്തെയും ഷാരോണിന്റെ സഹോദരൻ ഷിമോൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഒപ്പം പിതാവുമുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കുടുംബം നടത്തിയ ഇടപെടലുകളാണ് സഹോദരൻ വിശദീകരിക്കുന്നത്.